നമ്മൾ പഠിക്കാൻ പോകണം. അപ്പൊ മൂന്ന് മൂന്ന് ഇതില് അതിനുശേഷം ബോൾ റിയാക്ഷൻസ് വരും. അപ്പൊ ഇതിൽ മെയിൻലി നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഫോഴ്സ് സിസ്റ്റത്തിൽ മെയിൻലി 3 മാർക്ക് ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരേ സാറേ പ്ലാനാർ ഫോഴ്സ് എക്സ് വൈ ടു വൈ സെഡ് ഓർ വൈ സെഡ് ടു എക്സ് സെഡ് ഇങ്ങനെ ആക്ട് ആവുകയാണെങ്കിൽ അതിനെ പറയാം നോൺ കോപ്ലാനാർ ഫോഴ്സ്. ഓക്കെ, ഇതേപോലെ നോൺ കോപ്ലാനാർ ഫോഴ്സ് ഞാൻ ലൈക്ക് കൊളീൻ ഇതിന് ഒരേ ലൈനിൽ ആക്ട് ആവുകയാണെങ്കിൽ കൊളീനിയർ ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ലൈക്ക് കൊളീനിയർ എന്നും, ഇനി അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അൺലൈക്ക് കൊളീനിയർ ഫോഴ്സ് എന്നും പറയും. അൺലൈക്ക് കൊളീനിയർ ഫോഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കൺകറന്റ് ഫോഴ്സ്, അതായത് ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ആവുന്ന ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ പി, ക്യു, ആർ, ഇങ്ങനെ ഓരോ പോയിന്റിൽ നിന്ന് എസ് ഇങ്ങനെ ആക്ട് ആവുന്ന ഫോഴ്സിനെയാണ് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ആക്ടിങ് ഇൻ എ പർട്ടിക്കുലർ പോയിന്റ് ആണ് കൺകറന്റ് ഫോഴ്സസ്. നോൺ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഡിഫറെന്റ് പോയിന്റ്, ഓരോരോ പോയിന്റ് വേറെ പോയിന്റിൽ നിന്ന് ഫോഴ്സുകൾ ആക്ട് ആവും. ഇതിനെയാണ് നോൺ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. നോൺ കൺകറന്റ് ഫോഴ്സസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്. 3 മാർക്കിന് ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്? അതായത് ഈ ടു ഫോഴ്സസ്, ശ്രദ്ധിക്കുക, if two forces acting at a point, okay, are represented, അതായത് P is Q, okay, difference between the angle is alpha. If two forces acting at a point are represented in magnitude and direction by the two adjacent sides of a parallelogram. Pയും ക്യൂ ഇവിടെ മാർക്ക് ചെയ്യുന്നു. Then the resultant will be the diagonal of the parallelogram ആയിരിക്കും എന്നാണ് പറയുന്നത്. Resultant will be the diagonal of the parallelogram. അതായത് പിയും ക്യൂ എന്നുള്ള 2 ഫോഴ്സ് ഉണ്ട്. ഇതെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡിൽ കൊണ്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ, വെക്ടേഴ്സ് ആണ്, 2 വെക്ടേഴ്സും കൊണ്ട് വെക്കുകയാണെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി എന്തായിരിക്കും? ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ആംഗിൾ ആൽഫയാണ്, ഇത് നമ്മളുടെ ആംഗിൾ വൺ ഓഫ് ദ റിസൾട്ടന്റും വൺ ഓഫ് ദ ആംഗിൾ നമ്മളുടെ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പഠിക്കുക. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഇതാണ് റിസൾട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, സിമിലർലി അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ഇ പ്ലസ് ക്യൂ കോസ് ആൽഫ. ഈ 2 ഇക്വേഷനാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ ഇത്? അതായത് ആദ്യം ഫസ്റ്റ് ഈ ആയിട്ട് ഡ്രോ ദ ഡയഗ്രം വരയ്ക്കുക. രണ്ടാമത്തത് ഇതിന്റെ ഇക്വേഷൻ. 2 ഫോഴ്സ് ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ആവുകയാണെങ്കിലാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, if two forces acting at a point are represented in magnitude and direction by the two adjacent sides of a parallelogram, then the resultant will be the diagonal of the parallelogram. ഇതാണ് ഡെഫിനിഷൻ. Then what is the formula? റിസൾട്ട് കണ്ടുപിടിക്കണ്ടേ? പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഇക്വേഷൻ പറഞ്ഞാൽ പോരെ. ഇക്വേഷൻ കണ്ടുപിടിക്കണേ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ എന്താണ്? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ആൻഡ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ സൈൻ ആൽഫ ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം കാണിച്ചു തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 ഫോഴ്സസ് മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ, പി ഈസ് ഈക്വൽ and Q is equal to 8 ന്യൂട്ടൺ. അല്ലാതെ R കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഫോർമുല? R is equal എന്താണ്? R സ്ക്വയർ is equal to P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഓക്കെ, അപ്പൊ ഇതിൽ ആറിന്റെ വാല്യൂ എത്രയാണ്? അതിന്റെ പിയുടെ വാല്യൂ എത്രയാണ്? 10 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 8 ഇൻറ്റു കോസ് 60. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇത് കാൽക്കുലേറ്റർ അടിക്കുക നോക്കുക, എത്ര കിട്ടും? 15.62 ന്യൂട്ടൺ കിട്ടും. എളുപ്പമല്ലേ? മനസ്സിലായ ഈ പാർട്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 ഈക്വൽ ഫോഴ്സസ് പി ആൻഡ് ക്യൂ, 2 ഫോഴ്സ് ഉണ്ട്, പി ആൻഡ് ക്യൂ,
ഈക്വൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു ആക്ടിങ് അറ്റ് എ പോയിന്റ് വിത്ത് ആൻ ആംഗിൾ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇഫ് ദ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 20√3, 6 തന്നിട്ടുണ്ട്, 20√3. ദെൻ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫോഴ്സ്, ദെൻ പി ആൻഡ് ക്യൂ എത്രയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഓക്കെ, അപ്പൊ ഇതിൽ ആർ സ്ക്വയറിന്റെ വാല്യൂ 20√3 ദ ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂവും ബിയും ഈക്വൽ ആയതിന് ഞാൻ പി സ്ക്വയർ കൊടുത്തു, പ്ലസ് 2 ഇൻറ്റു പിയും ക്യൂ ഈക്വൽ ആയിട്ട് പി സ്ക്വയർ തന്നെ ഇവിടെയും കൊടുത്തു, ഇൻറ്റു കോസ് 60. വാട്ട് ഈസ് വാല്യൂ ഓഫ് കോസ് 60? കോസ് 60 എത്രയാണ്? 1/2 ആണ് അല്ലേ? ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ എന്താണ്? 3p സ്ക്വയർ എന്ന് കിട്ടും. ഇത് 20 സ്ക്വയർ എത്രയാണ്? 400. √3 സ്ക്വയർ എത്രയാണ്? 3. അപ്പൊ 3യും 3യും ക്യാൻസൽ ആവും. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 400 കിട്ടും. പി ഈസ് ഈക്വൽ എത്ര കിട്ടും? 20 കിട്ടും. പിയും ക്യൂ ഈക്വൽ ആയതുകൊണ്ട് പിയും ക്യൂ ഈക്വൽ ആയിട്ട് 20 എന്ന് കിട്ടി. ഓക്കെ, മൂന്നാമത് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ദ റിസൾട്ടന്റ് ഓഫ് ദ ടു ഫോഴ്സ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി, അതായത് റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സ് ആക്ടിങ് അറ്റ് 60 ഡിഗ്രിയിൽ ആക്ട് ആകുമ്പോൾ 40 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ ഇഫ് ദ സെയിം ഫോഴ്സ് ആക്ടിങ് റൈറ്റ് ആംഗിൾസ് 90 ഡിഗ്രിയിൽ ആക്ട് ആകുമ്പോൾ, ആൽഫ 90 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് വിൽ ബി എത്രയാണ്? √136. Then what is the value of P and Q? What is the magnitude of two forces? അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഓക്കെ, ഇതിൽ ആദ്യത്തെ കണ്ടീഷൻ ഇടയാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഇടുമ്പോൾ എന്ത് വരും? ആർ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 14 സ്ക്വയർ 196 ഇസ് ഈക്വൽ ടു 14 സ്ക്വയർ 196 p square plus q square plus 2pq cos 60. cos 60 വാല്യൂ എത്രയാണ്? 1/2. 2 ക്യാൻസൽ ആവും. നമുക്ക് എത്ര? 196 is equal to p square plus q square plus pq എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അതെ അതെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സിമിലർലി ആർ സ്ക്വയർ ഈ ഇക്വേഷനിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് 90. ഓക്കെ, ഞാൻ അയച്ചുതരാം ഇത് റെക്കോർഡഡ് വീഡിയോ. അപ്പൊ ആർ സ്ക്വയർ കൊടുക്കുമ്പോൾ √136 സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് കോസ് 90 എത്രയാണ്? 1 and 2 എടുത്ത് ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എടുത്ത് എവിടെ കൊടുക്കും? ഇവിടെ കൊണ്ട് കൊടുക്കും. അതായത് 196 ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് വരെ എത്ര? 136 ഇടും പ്ലസ് പി ക്യൂ എന്ന് കിട്ടും. അതായത് പി ക്യൂ ഈസ് ഈക്വൽ എത്ര കിട്ടും? 60 കിട്ടും. പി ഈസ് ഈക്വൽ എന്താണ്? 60/q എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. എന്നിട്ട് ഇതെടുത്ത് ഈ ഇക്വേഷൻ എടുത്ത് നമ്മൾ എന്ത് കൊടുക്കും? തിരിച്ച് ഇതിലോട്ട് കൊടുക്കും. അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? പിക്ക് വരെ എന്താണ്? 60/q the whole square plus q square is equal to 136 എന്ന് കിട്ടും. ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുകയാണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ അതെടുത്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? പിയുടെ വാല്യൂ കിട്ടും. ഓക്കെ.